ഞാനൊരു കൂലിവേലക്കാരനായിരുന്നു. നമ്മുടെ കുട്ടനാട്ടിലെ മേസ്തിരിപ്പണിക്കാരനായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം നമുക്കൊരു ടച്ച് കൃത്യമായിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇത്ര രൂപ കിട്ടും അന്ന്. അപ്പോൾ 500 രൂപ അന്നൊക്കെ ഞാൻ പണിയുന്ന സമയത്തൊക്കെ 500 രൂപയ്ക്കാന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 500 800 വരുന്ന സമയമൊക്കെ അപ്പം നിർത്തി പിന്നെ നാടകത്തിൽ സജീവമായതുകൊണ്ട്. അപ്പം നമ്മളൊരു ജോലി വൃത്തിയായി ചെയ്യുമ്പോൾ 500 രൂപ കൂലിയുള്ള എനിക്ക് ഒരു 50 രൂപയുടെ തന്നിട്ട് പറയാം, പ്രമോദത്തിൽ പോയി എനിക്ക് ചായ കുടിച്ചോ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അല്ലെ ആ മുതലാളി അന്നത്തെ നമ്മളെ പണിയിപ്പിക്കുന്ന ആൾ ഒരു 50 രൂപയുടെ അഡീഷണൽ തരുന്നതാണ് എൻ്റെ ആദ്യത്തെ അവാർഡ്. നാടകത്തിലെ അഭിനയത്തെ കുറിച്ച് പറഞ്ഞത് പക്ഷെ ചെറിയൊരു കാര്യമല്ല, സംസ്ഥാന അവാർഡ് 2 തവണ നേടിയിട്ടുണ്ട്. അതിലെ അതിവൈകാരികമായിട്ട് ആ അവാർഡ് നേടുന്നതിനെ പറ്റി പറഞ്ഞിട്ടുമുണ്ട്. ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ പക്ഷെ അത്തരം ഒരു സ്വാഗതം കിട്ടിയിട്ടില്ല. വലിയ സ്വപ്നമുണ്ട്. അല്ല, നമ്മൾ എല്ലാവരുടെയും ആഗ്രഹമുണ്ടല്ലോ. നമ്മൾ ആദ്യമായിട്ട് സിനിമയിൽ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് നമ്മുടെ പുറകെ വന്നിരിക്കുന്നവർക്ക് ചോദിച്ചാൽ നമ്മളെക്കാട്ട് സീനിയർ ആയിരിക്കും ആ സിനിമയുടെ കാര്യത്തിൽ. അവർ എത്രയോ പേരുണ്ട്. ഞാൻ ചേട്ടാ 40 പടമായി 50 പടമായി 60 പടമായി എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ എന്തുകൊണ്ടായി നമ്മൾ പറയുമ്പോൾ അതിൽ 100 പേരെ നമ്മളെടുത്താൽ അതിലൊരു 80 പേരും പാഷനാണ് അവരുടെ മനസ്സിൽ സിനിമയിൽ എത്തണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയുള്ള കഠിനമായ ശ്രമമാണ് അത്. പക്ഷേ അതിൽ 10 പേര് കാണും, അന്നത്തെ 10 രൂപ കാശ് കിട്ടും, അതിൽ ഭക്ഷണം ഇതൊക്കെ കണ്ടു കേട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ളവർ എല്ലാവരുടെയും മനസ്സിലുണ്ട് നമ്മൾ ഈ ലോകത്തോട് ജീവിച്ചു പോയപ്പോൾ നമുക്ക് കിട്ടുന്ന നല്ല ആദരവുകൾ അല്ലെങ്കിൽ ബഹുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കലൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന ഇതാണ്. ഞാനൊരു കൂലിവേലക്കാരനായിരുന്നു. നമ്മുടെ കുട്ടനാട്ടിലെ മേസ്തിരിപ്പണിക്കാരനായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം നമുക്കൊരു ടച്ച് കൃത്യമായിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇത്ര രൂപ കിട്ടും അന്ന്. അപ്പോൾ 500 രൂപ അന്നൊക്കെ ഞാൻ പണിയുന്ന സമയത്തൊക്കെ 500 രൂപയ്ക്കാന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 500 800 വരുന്ന സമയമൊക്കെ അപ്പം നിർത്തി പിന്നെ നാടകത്തിൽ സജീവമായതുകൊണ്ട്. അപ്പം നമ്മളൊരു ജോലി വൃത്തിയായി ചെയ്യുമ്പോൾ 500 രൂപ കൂലിയുള്ള എനിക്ക് ഒരു 50 രൂപയുടെ തന്നിട്ട് പറയാം, പ്രമോദത്തിൽ പോയി എനിക്ക് ചായ കുടിച്ചോ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അല്ലെ ആ മുതലാളി അന്നത്തെ നമ്മളെ പണിയിപ്പിക്കുന്ന ആൾ ഒരു 50 രൂപയുടെ അഡീഷണൽ തരുന്നതാണ് എൻ്റെ ആദ്യത്തെ അവാർഡ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നന്നായി എന്ന് കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും ഏത് സിനിമയാണെങ്കിലും ഞാൻ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ നാടകത്തിലാണെങ്കിലും നാടകം അഭിനയിച്ചാൽ എനിക്ക് ഇത്ര രൂപ പേയ്മെൻറ്റ് ഒരു സ്റ്റേജിൽ അഭിനയിക്കുമ്പോൾ ഇത്ര രൂപ തരുമെന്ന ഒരു നേരത്തെ കണ്ടീഷനാണ്. അതിൻ്റെ അപ്പുറമാണ് നമുക്ക് ഈ അവാർഡ് തരാമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. നമ്മളത് ചെയ്ത് വൃത്തിയാകുമ്പോഴാണ് നമുക്കത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതിനു വേണ്ടിയല്ല. എല്ലാ നാടകങ്ങളാണെങ്കിലും എല്ലാ അഭിനയം ചെയ്യുമ്പോഴും നമുക്ക് അവാർഡ് കിട്ടണം അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിച്ചു ഇത് പൊളിക്കണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്യുന്നത്. അത് ഞാനെന്നല്ല, ഞാൻ ഈ പറഞ്ഞ നമ്മുടെ തൊട്ട് പുറകിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞത്. അവരാണെങ്കിൽ എന്നെ കാണണം അതവരുടെ അവാർഡാണ്. നമ്മുടെ വീട്ടിൽ ഞാൻ നിൽക്കുന്നതെന്ന് പറയുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് കിട്ടണം എന്ന് പറഞ്ഞല്ല അഭിനയിക്കുന്നത്, ഇത് കിട്ടാനുള്ള ശ്രമമാണ്. തരിക എന്നുള്ളത് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ജഡ്ജസ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇതേക്കുറിച്ച് നമ്മളെക്കാട്ട് കൂടുതൽ സംസാരിക്കാൻ അറിയാവുന്ന അല്ലെ അതേക്കുറിച്ച് ആധികാരികം അറിയാവുന്നവരാണ് നമുക്ക് മാർക്കിടുന്നത്. അപ്പോൾ അവരുടെ മാർക്കിനേക്കാട്ടിലുപരി പ്രേക്ഷകൻ്റെ അതാണ് എന്നെ ഈ നാടകരംഗത്ത് പിടിച്ചു നിർത്തിയതും ഇപ്പോൾ ഇങ്ങോട്ട് വന്നതും. സന്തോഷം.